ശ്രീമദ് ഭഗവത്ഗീത 6-ാം അധ്യായം ആത്മസംയമ യോഗം. ശ്ലോകം 13 മുതൽ. സമം കായി ശിരോഗ്രീവം ധാരയന്നചലം സ്ഥിരഃ സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശശ്ചാനവലോകയൻ പ്രശാന്താത്മാ വിഗതഭിർബ്രഹ്മചാരി പ്രതിസ്ഥിതഃ മനഃ സംയമ്യ മച്ചിത്തോ യുക്തയാസീതമൽപരഃ. ശിരസും ശരീരവും കഴുത്തും വളയാതെ ഇളകാതെയും സ്ഥിരമായി ശരിക്കു നിർത്തി മറ്റെങ്ങും നോക്കാതെ നാസികാഗ്രത്തെ മാത്രം നോക്കിക്കൊണ്ട് പ്രശാന്തനായും നിർഭയനായും ബ്രഹ്മചാരി വ്രതത്തെ മുറുകെ പിടിച്ചും മനസ്സിനെ അടക്കി എനിക്ക് വേണ്ടി എന്നെ തന്നെ വിചാരിച്ച് എന്നിൽ ചേർന്നുകൊണ്ട് സ്ഥിതി ചെയ്യണം. യുഞ്ജന്നൈവം സദാത്മാനം യോഗീ നിയതമാനസഃ ശാന്തിം നിർവാണപരമാം സംസ്ഥാമധിഗച്ഛതി. ഇങ്ങനെ മനസ്സിനെ നിയന്ത്രിച്ച് സദാ ഏകാഗ്രചിത്തനായിരിക്കുന്ന യോഗി നിർവാണ സ്വരൂപമായ ശാന്തിയോടുകൂടി എന്നെ തന്നെ പ്രാപിക്കുന്നു. നത്യശ്നതസ്തു യോഗോസ്തി ന ചൈകാന്തമനസ്തതഃ ന ചാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന. അധികം ഭക്ഷിക്കുന്നവനും ഒട്ടും ഭക്ഷിക്കാത്തവനും അധികം ഉറങ്ങുന്നവനും ഒട്ടും ഉറങ്ങാത്തവനും യോഗത്തിന് അർഹനല്ല. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. മിതമായ ആഹാരവിഹാരങ്ങളോടും കർമ്മങ്ങളിൽ മിതമായ ചേഷ്ടയോടും ഉറക്കത്തിലും ഉണർവിലും മിതശീലത്തോടും കൂടിയവന് യോഗം ദുഃഖനാശകമായി തീരുന്നു. യഥാ വിനയതം ചിത്തം ആത്മന്യേവാവതിഷ്ഠതി നിസ്പൃഹഃ സർവകാമേഭ്യോ യുക്തയത്യുച്യതേ തഥാ. കീഴടക്കിയ മനസ്സ് ആത്മാവിൽ ഉറച്ചു നിൽക്കുകയും യാതൊരു വിഷയത്തിലും ആഗ്രഹമില്ലാതാകുകയും ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവനെ യോഗി എന്ന് വിളിക്കുന്നു. യഥോദീപോ നിവാതസ്ഥോ നേംഗതേ സോപമസ്മൃതം യോഗിനോ യഥചിത്തസ്യ യുഞ്ജതോ യോഗമാത്മനഃ. കാറ്റില്ലാത്തിടത്ത് വെച്ചിരിക്കുന്ന വിളക്കു പോലെയാണ് ആത്മയോഗം അഭ്യസിക്കുന്ന യോഗിയുടെ നിയന്ത്രിതമായ മനസ്സ്. രണ്ടും ചലിക്കുന്നില്ല. യത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാം യത്ര ചൈവാത്മനാത്മാനം പശ്യന്യാത്മനെ തുഷ്യതി. സുഖമാത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായം സ്ഥിതശ്ചലതി തത്വതഃ. യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേ നാധിതം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യതേ. തം വിദ്യാത് ദുഃഖസംയോഗം വിയോഗം യോഗസംചിതം സ നിശ്ചയേന യോക്തവ്യോ യോഗോ നിർവണ്ണചേതസാം. യോഗാഭ്യാസത്തിൽ ഒതുക്കി നിർത്തിയ മനസ്സ് ഏതിൽ അടങ്ങുന്നുവോ അതിൽ ആത്മാവ് കൊണ്ട് ആത്മാവിനെ കണ്ട് ആത്മാവിൽ തന്നെ ആനന്ദിക്കുന്നുവോ ഇന്ദ്രിയ വിഷയമല്ലാത്തതും ബുദ്ധിക്ക് മാത്രം ഗ്രഹിക്കാവുന്നതും മഹത്തരമായതും ഇന്നതെന്ന് പറയുവാൻ വയ്യാത്തതുമായ ആ സുഖം ഏതിൽ അനുഭവപ്പെടുന്നുവോ ഏതൊന്ന് സിദ്ധിച്ചാൽ മറ്റ് ഏതൊരു സിദ്ധിയെയും അതിനേക്കാൾ നല്ലതല്ലെന്ന് വിചാരിക്കുന്നില്ലയോ ഏതൊന്നിൽ സ്ഥിതി ചെയ്താൽ എത്ര ഘോരമായ ദുഃഖത്തിനും ചലിപ്പിക്കുവാൻ കഴിയുന്നില്ലയോ ആ ദുഃഖ സംയോഗ വിയോഗം അല്ലെങ്കിൽ ദുഃഖത്തിന്റെ ചേർച്ചയും അകൽച്ചയും തന്നെയാണ് യോഗം. ആ യോഗത്തെ സന്താപരഹിതമായ മനസ്സുകൊണ്ട് തീർച്ചയായും അഭ്യസിക്കേണ്ടതാണ്. സങ്കല്പ പ്രഭവാൻ കാമം സ്യുക്ത സർവാൻ ശേഷതഃ മനസൈവേന്ദ്രിയ ഗ്രാമം വിനയമ്യ സമന്തതഃ ശനൈ ശനൈരുപരമേത് ബുദ്ധ്യാധൃതി ഗൃഹീതയാം ആത്മസംസം മനഃ കൃത്വാം ന കിഞ്ചിദപി ചിന്തയേ. സങ്കല്പത്തിൽ നിന്നുണ്ടാകുന്ന എല്ലാ ആഗ്രഹങ്ങളെയും നിശേഷം ത്യജിച്ച് മനസ്സുകൊണ്ട് തന്നെ അതിനെ ചുഴന്നിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ അടക്കി ധൈര്യം തികഞ്ഞ ബുദ്ധിയാൽ പെതുക്കെ പെതുക്കെ ശാന്തിയെ പ്രാപിക്കണം. മനസ്സ് ആത്മാവിൽ ഉറച്ചു നിന്നു കഴിഞ്ഞാൽ പിന്നെ